പണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ്റെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മഹാബലി തമ്പുരാൻ ദാനശീലനും മഹാമനസ്കനുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഭൂമിയിലെ ജനങ്ങളെല്ലാം മഹാബലി തമ്പുരാനെ വണങ്ങി. ജാതിഭേദമന്യമില്ലാതെ ഒരുപോലെയായിരുന്നു മഹാബലിക്ക് പ്രജകളെല്ലാം. അങ്ങനെയിരിക്കെ ഇന്ദ്രദേവന് അസൂയ തോന്നി ഇന്ദ്രാദി ദേവകൾ ചെന്ന് ത്രിമൂർത്തികളോട് അപേക്ഷിച്ചു, ഇങ്ങനെ ഭൂമിയിൽ പോയാൽ നമ്മളെ വണങ്ങാൻ ആരും ഉണ്ടാകില്ല, ഇതിനൊരു പോംവഴി കണ്ടെത്തണം. അങ്ങനെ പോംവഴി കണ്ടെത്താനായി ഒരു തീരുമാനം എടുത്ത്. ആ തീരുമാനത്തിൽ മഹാവിഷ്ണു ഭഗവാൻ ഭൂമിയിൽ ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് മഹാബലിയുടെ കൊട്ടാരത്തിൽ ചെന്ന് ദാനം ചോദിക്കണം. അപ്പോൾ മഹാബലി തമ്പുരാൻ ദാനശീലനാണല്ലോ. അങ്ങനെ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഭൃത്യന്മാർ ചെന്ന് പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ ദാനം ചോദിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കടന്നു ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ചെന്ന് എന്നാണ് അതിദേവോ ഭവ എന്ന രീതിയിൽ എല്ലാം ചെയ്ത് പൃഷ്ടാന്നമായ സദ്യയോടുകൂടി ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ മഹാബലി തമ്പുരാൻ ചോദിച്ചു, അങ്ങയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് വേണം എന്ന് പറഞ്ഞു. ശരി, അളന്നെടുത്തോളൂ, 3 അടി മണ്ണ് അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ബ്രാഹ്മണൻ ആദ്യത്തെ പാദം വെച്ചപ്പോഴേ ഭൂമിയെല്ലാം തീർന്നു. രണ്ടാമത്തെ പാദം വെച്ചപ്പോൾ ആകാശവും തീർന്നു. 3-ാമത്തെ പാദം എവിടെ എന്ന് ചോദിച്ചപ്പോൾ മഹാബലി തമ്പുരാൻ പറഞ്ഞു, എൻ്റെ തലയിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ച് അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എൻ്റെ പ്രജകളെ കാണാനുള്ള ഒരു അനുഗ്രഹം മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മഹാബലി തമ്പുരാനെ പാതാളത്തിൽ താത്തുകയും ആ ഒരു ഇതാണ് അത്തം മുതൽ തിരുവോണം വരെ നമ്മുടെ നാട്ടിൽ ആഘോഷിച്ചു വരുന്ന ഒരു തമ്പുരാൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. അന്ന് പുതുവസ്ത്രങ്ങളും പണ്ട് മാവേലി തമ്പുരാൻ എങ്ങനെയാണോ നാട് ഭരിച്ചിരുന്നത് അതുപോലെ തന്നെ വേണം പ്രജകളെ കാണേണ്ടത്. അതിനു വേണ്ടിയാണ് പുതുവസ്ത്രങ്ങളും പപ്പടം പഴം പായസമായിട്ട് സദ്യയും എല്ലാ വീട്ടിലും സന്തോഷവും സമാധാനവും ഒക്കെ കണ്ട് മാവേലി തമ്പുരാൻ തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അതാണ് അത്തം മുതൽ തിരുവോണം വരെ